ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ജോസ 2025 എല്ലാവരും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് ജോസ 2025 വിവരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ തരുന്നത്. നമ്മുടെ IIT-കളിലേക്കും NIT-കളിലേക്കും IIIT-കളിലേക്കും അതേപോലെ തന്നെ ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് GFTIകളിലേക്കുള്ള പ്രവേശനമാണ് ജോസ 2025 നടക്കുന്നത്. എല്ലാവരും പറഞ്ഞ് ഭയങ്കര ഭീകര അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, IIT-കളൊക്കെ ഒന്നിച്ചാണ്, ഇത്രയും IIT-കൾ NIT-കൾ 60,000 സീറ്റിലേക്കുള്ള അലോട്ട്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആണ്. നമുക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് സമയത്തിൻ്റെ ഉള്ള എങ്ങനെയാണ് നമുക്കൊരു അലോട്ട്മെന്റ് നന്നായിട്ട് ചെയ്യുക. IIT-കളിലേക്കും NIT-കളിലേക്കും അതേപോലെ IIIT-കളിലേക്ക് IIIT-കളിലേക്കുള്ള അലോട്ട്മെന്റ് എങ്ങനെ നന്നായിട്ട് ചെയ്യുക എന്നാണ് ഈ ചെറിയൊരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ജോസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി ആണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം പഠിച്ചിട്ട് ഇനി എക്സാം എഴുതാനൊന്നും ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരു കമ്പൈൻഡ് അലോട്ട്മെന്റ് പ്രോസസ് ആണ്. സാധാരണഗതിയിൽ നമ്മുടെ ഈ എല്ലാ അലോട്ട്മെന്റും, അതായത് IIT-കൾ NIT-കൾ IIT-കൾ ഒന്നിച്ച് വരുന്നതുകൊണ്ടുള്ള ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ള ടിപ്സ് ഒക്കെ ഞാനിതിൽ പറഞ്ഞുതരും. നമുക്ക് നേരെ അടുത്ത നമ്മുടെ സ്ലൈഡിലേക്ക് പോവാം. എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? മക്കൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ കീമിന്റെ ഒക്കെ ഒരു അലോട്ട്മെന്റും ഈ ജോസന്റെ അലോട്ട്മെന്റും തമ്മിൽ ഒരു ബേസിക് ഡിഫറൻസ് ആണ്. കീമിന്റെ അലോട്ട്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഓപ്ഷൻസ് കൊടുക്കാനുള്ള, ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് വരാറുണ്ട്. പക്ഷെ ഇതിലെന്താണെന്നറിയോ, ആദ്യത്തെ ഒരു ചാൻസിൽ നിങ്ങൾ കൊടുക്കുന്ന, ഇറ്റ്സ് എ സിംഗിൾ ചാൻസ് ഓപ്ഷൻ എൻട്രി പ്രോസസ് എന്നാണ് പറയുക. ആദ്യത്തെ ഒരു ചാൻസിൽ നിങ്ങൾ കൊടുക്കുന്ന, ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കുന്ന ഓപ്ഷൻ പെർമനന്റ് ആണ്, പിന്നീട് അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാനും പറ്റില്ല, ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാക്സിമം ഓപ്ഷൻസ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്. ഈ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക. അതായത് പിന്നീട് ഇപ്പൊ ഒരു 10 ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നീട് എത്ര ഓപ്ഷൻ വേണം കൊടുക്കുക? 100, 150, 200 എത്ര ഓപ്ഷൻസ് വേണം കൊടുക്കുക? കോടിക്കണക്കിന് ഓപ്ഷൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പിള്ളേർ കൊടുത്തത്. കോടിക്കണക്കിന് ഓപ്ഷൻസ്. അപ്പൊ കോടിക്കണക്കിന് എന്ന് പറയുമ്പോൾ ഒരാൾ കൊടുക്കുന്ന ഓപ്ഷൻസിന് എണ്ണം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പരമാവധി ഓപ്ഷൻ കൊടുക്കുക എന്നുള്ള കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂൺ 3-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ആദ്യത്തെ റൗണ്ട് ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ജൂൺ 3 മുതൽ 12 വരെയുള്ള റൗണ്ടിന് ശേഷം വീണ്ടും 5 റൗണ്ടുകൾ കൂടിയുണ്ട്. ടോട്ടൽ 6 റൗണ്ടിലാണ് ജോസ നടക്കുന്നത്. പക്ഷെ ഒന്നാമത്തെ റൗണ്ട് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഒന്നാമത്തെ റൗണ്ടിൽ കുറച്ച് ഓപ്ഷൻസ് മാത്രം കൊടുത്ത് ബാക്കി നമുക്ക് കീമും കുസാറ്റൊക്കെ നോക്കിയിട്ട് അടുത്ത ഓപ്ഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ പരിപാടി പറ്റില്ല. കാരണം ഇത് ഒരു സിംഗിൾ ചാൻസ് ഓപ്ഷൻ എൻട്രി പ്രോസസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആഫ്റ്റർ ജൂൺ 12 നോ ഓപ്ഷൻ എൻട്രി. പ്രത്യേകം ആ കാര്യം ഓർമ്മിക്കണം കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ കുറിച്ചിടേണ്ട, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ കുറിച്ചിടേണ്ട ഒരു കാര്യമാണ്, ജൂൺ 12-ാം തീയതിക്ക് ശേഷം നമുക്ക് IIT-കളിലേക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കൊടുക്കുക. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ 12-ാം തീയതിക്ക് ശേഷം, അതായത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശനം കിട്ടുകയാണെങ്കിൽ, മേ ബി നിങ്ങൾക്ക് IIT മദ്രാസിൽ, അല്ലെങ്കിൽ IIT ബോംബെ, അല്ലെങ്കിൽ NIT കാലിക്കറ്റ്, NIT സൂറത്ത്, NIT വാറങ്കൽ, NIT ട്രിച്ചി എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നിങ്ങളുടെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും നിങ്ങൾ OBC വിഭാഗത്തിലാണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം. ജനറൽ വിഭാഗത്തിലാണെങ്കിൽ EWS വിഭാഗത്തിലാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2025 ഏപ്രിൽ 1-ന് ശേഷം വാങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ് OBC NCAലും EWS അപ്ലോഡ് ചെയ്യേണ്ടത്. 2025 ഏപ്രിൽ 1-ന് ശേഷം എടുത്തായിരിക്കണം. അത് അങ്ങനെ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. ചെറിയ എക്സെപ്ഷൻ അതിലുണ്ട്. അതില്ലെങ്കിലും പഴയത് അപ്ലോഡ് ചെയ്യാന്നുള്ള ഒരു ക്ലോസ് ഒക്കെ അതിലുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് നിൽക്കണ്ട. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് 2025 ഏപ്രിൽ 1-ന് ശേഷം എടുത്തതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് അലോക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ OBC വിഭാഗത്തിന്, EWS വിഭാഗത്തിനൊക്കെ 30,000 രൂപയും SC/ST PWD വിഭാഗത്തിന് 15,000 രൂപയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾക്ക് NIT ട്രിച്ചിൽ അലോട്ട്മെന്റ് കിട്ടി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല? നിങ്ങൾ ഫീസ് അടക്കുന്നില്ല, പിന്നെ നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. യു ആർ ഔട്ട്. എൻറ്റയർ പ്രോസസ് ഔട്ടായി. പിന്നെ ഒരു IIT-കളിലേക്കും ഒരു റൗണ്ടിൽ പോലും നിങ്ങൾക്ക് പ്രവേശനം കിട്ടില്ല. അപ്പൊ ഈ കാര്യമാണ് മക്കൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഓരോ റൗണ്ടിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഫീസ് അടക്കണം, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം, വെരിഫിക്കേഷൻ ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ
തുടർന്നുള്ള റൗണ്ടുകൾ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ കേട്ടോ. ഇനി എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, ജോസ അലോട്ട്മെന്റ് കോംപ്ലിക്കേഷൻ ആവാനുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ഒരു റീസൺ ഈ 3 ടേമാണ്: ഫ്രീസ്, പ്ലോട്ട്, സ്ലൈഡ്. ഈ ഫ്രീസ്, പ്ലോട്ട്, സ്ലൈഡ് എന്ന് പറയുന്നത് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ അലോട്ട്മെന്റ് ഓൾറെഡി ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർക്ക് ഈ 3 ഓപ്ഷൻസ് അതിൽ കാണും: ഫ്രീസ്, പ്ലോട്ട്, സ്ലൈഡ്. ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഫ്രീസ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ മേ ബി എനിക്ക് അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് IIT ചെന്നൈയിൽ കിട്ടി, മദ്രാസ് IITയിൽ കിട്ടി, മദ്രാസ് IITയിൽ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് കിട്ടി. ഈ മദ്രാസ് IITയിലെ കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ ഡ്രീം. അപ്പൊ ഞാൻ ഓക്കെയാണ്. എനിക്ക് ഇനി വേറെ ഏതെങ്കിലും IIT പോകണമെന്നോ NIT പോകണമെന്നോ IIITയിൽ പോകണമെന്നോ യാതൊരു ആഗ്രഹമില്ല. അപ്പൊ ഞാൻ എൻ്റെ ഓപ്ഷൻസ് എന്ത് ചെയ്യാണ്? ഫ്രീസ് ചെയ്യാണ്. മനസ്സിലായോ? തുടർന്നുള്ള ഒരു ഹയർ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകേണ്ട. ആദ്യത്തെ റൗണ്ടിൽ കിട്ടിയതിനെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്കത് ഫ്രീസ് ചെയ്യാം. മനസ്സിലായല്ലോ? വളരെ ക്ലിയർ ആയല്ലോ? ഫ്രീസ് ചെയ്യാം. ഇനി എനിക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഫ്ലോട്ട്. ഞാൻ എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്യേണ്ടത്? എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് NIT സൂറത്തിൽ കിട്ടി. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് IIT ചെന്നൈ, IIT മദ്രാസിൽ പഠിക്കണം എന്നാണ്. പക്ഷെ NIT സൂറത്തിൽ ഓൾറെഡി എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഹയർ ഓപ്ഷൻസ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ 9ാമത്തെ ഓപ്ഷനാണ് എനിക്ക് കിട്ടിയത്. NIT സൂറത്തിൽ കിട്ടി. അതിന് മുകളിൽ ഇനിയും 8 ഓപ്ഷൻസ് ബാക്കിയുണ്ട്. അപ്പൊ എനിക്കൊരു ആഗ്രഹം മനസ്സിലുണ്ട്, ഈ 8 ഓപ്ഷൻസിൽ ഏതെങ്കിലും എനിക്ക് കിട്ടിയാൽ നല്ലതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഫ്രീസ് ചെയ്യരുത്. ഫ്രീസ് ചെയ്ത് എന്താവും? ഞാൻ NIT എവിടെയാണ്, സൂറത്തിലാണ് കിട്ടിയെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഫ്ലോട്ട് കൊടുക്കുകയാണ്. ഫ്ലോട്ട് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? എന്നെ ബാക്കി അടുത്ത അലോട്ട്മെന്റ്, അടുത്ത റൗണ്ടുകളിൽ ആ ഓപ്ഷൻസിലേക്ക് പരിഗണിക്കും. മനസ്സിലായല്ലോ? എപ്പോഴാണ് ഫ്ലോട്ട് കൊടുക്കേണ്ടത്? തുടർന്ന് മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഫ്ലോട്ട് കൊടുക്കണം. ഇനി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ഈ സ്ലൈഡിലേക്ക് ഞാൻ വരാം, ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് പരിഗണിക്കും കേട്ടോ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നടക്കുന്ന പ്രോസസ്സാണ്. സ്ലൈഡ് എന്നുള്ളത് എനിക്ക് NIT കാലിക്കറ്റിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടി. NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടി. പക്ഷെ എനിക്കൊരു ആഗ്രഹം NIT കാലിക്കറ്റിൽ എനിക്ക് കെമിക്കൽ എഞ്ചിനീയർ ആവാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് NIT കാലിക്കറ്റിൽ കെമിക്കൽ എഞ്ചിനീയർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? സ്ലൈഡ് ചെയ്യാണ്. സ്ലൈഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ പർട്ടിക്കുലർ കോളേജ് ഏതാ? എൻ്റെ കോളേജ് ഏതാ? NIT കാലിക്കറ്റ്. NIT കാലിക്കറ്റിലുള്ള മറ്റ് ബ്രാഞ്ചുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യാം. പക്ഷെ മൂവ് ചെയ്തിട്ട് മറ്റൊരു കോളേജിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാം. ഏതിലേക്കാ? NIT കാലിക്കറ്റിലെ കെമിക്കൽ, അവിടെ സിവിൽ ഉണ്ടാകും, സിവിൽ മെക്കാനിക്കൽ ഉണ്ടാകും, അതിലേക്ക് സ്ലൈഡ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ കോളേജിലുള്ള മറ്റു കോഴ്സുകളിലേക്ക് മൂവ് ചെയ്ത് പോകാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? സ്ലൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം: ഫ്രീസ് തീർന്നു, മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇത് മതി. എന്താണ്? ഫ്ലോട്ട്, മുകളിലെ ഓപ്ഷൻസിലേക്ക് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സ്ലൈഡ്, ഒരു പർട്ടിക്കുലർ കോളേജിലുള്ള മറ്റ് കോഴ്സുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, സ്ലൈഡ് ചെയ്യും. ഓക്കെ, ശരി, ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചോയ്സ് ലോക്കും ട്രയൽ അലോട്ട്മെന്റും ആണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കുള്ള സംശയമാണ് ചോയ്സ് ലോക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. ലോക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളത് ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ടൈം പീരീഡ് 12ാം തീയതിയാണ്, 12ാം തീയതി ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഒരു 10ാം തീയതി, ഇപ്പൊ അതിന്റെ ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് 9ാം തീയതിയും 11ാം തീയതിയാണ്. അപ്പൊ ഈ ട്രയൽ അലോട്ട്മെന്റിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മാക്സിമം ഓപ്ഷൻസ് അങ്ങ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 9ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് മതി, ഇനിയിപ്പോ എനിക്ക് വേറെ അഡീഷൻ ഒന്നും ചെയ്യാനില്ല, ലോക്ക് ചെയ്യാണെന്നാണ്. ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരും, പർട്ടിക്കുലർ ടൈം പീരീഡ് വരും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. അഥവാ നിങ്ങൾ ലോക്ക് ചെയ്യാൻ മറന്നവங்க ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ലോക്ക് ആയിക്കോളും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വരുന്നതിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. കാരണം 9ാം തീയതിയും 11ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ടെൻഷനാണ് നമുക്ക്. നമ്മൾ വിചാരിക്കുന്ന NIT കിട്ടുമോ, IITയിൽ കിട്ടുമോ, IIITയിൽ കിട്ടുമോ? അത് അറിയണമെങ്കിൽ, നേരത്തെ അറിഞ്ഞ് ടെൻഷൻ ഒന്ന് ലഘൂകരിക്കണമെങ്കിൽ ഒരു വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 8ാം തീയതി ആകുമ്പോഴത്തേക്കും ഓപ്ഷൻസ് ഒക്കെ മാക്സിമം ഫില്ല് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് 9ാം തീയതി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും, 9ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വന്നു, അപ്പോൾ ഈ അലോട്ട്മെന്റിൽ എനിക്ക് എന്താണ് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് അതിന് റീഅറേഞ്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമുക്കത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് പരമാവധി ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? 9ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെന്താണോ ഓൺലൈൻ റിപ്പോർട്ടിംഗ്, ഇതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോ. കാരണം ഇത് ഞാനതാണ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ലൈഡുകളായിട്ട് ഉണ്ടാക്കി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഈ ഓൺലൈൻ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റൗണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുമ്പൊക്കെ കോളേജിൽ ഫിസിക്കലി അവിടെ ചെല്ലണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
IIT ബോംബെയിലാണ്, നിങ്ങൾ IIT ബോംബെയിലേക്ക് പോകണം. പക്ഷെ ഇപ്പോഴെന്താണ്, അങ്ങനെ ഫിസിക്കലി ചെല്ലേണ്ട ആവശ്യമില്ല, ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻ ചെയ്യുക, അതേപോലെ തന്നെ ഫീസ് കാര്യങ്ങളൊക്കെ അടക്കുക. ഇത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കണം. ഓൺലൈനായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിന് മുഴുവനായിട്ട് ഔട്ടായി പോകും. അപ്പൊ എന്ത് ചെയ്യണം, ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ ഓൺലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം, വെരിഫൈ ചെയ്യണം, ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അവിടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫീസ് അടക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിന് ഔട്ട് ആവും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ ഡിഫറെന്റ് റൗണ്ടുകളെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. എപ്പോഴൊക്കെയാണ് ഇതൊക്കെ റൗണ്ട് നടക്കുന്നത്? റൗണ്ട് 1 ഏകദേശം നമുക്ക് ജൂൺ 20 കൂടിയിട്ട് റൗണ്ട് 1 അവസാനിക്കും. റൗണ്ട് 1 ഇപ്പൊ നടക്കുന്ന ഫസ്റ്റ് റൗണ്ട്, അതായത് ഈ ജൂൺ 3 തുടങ്ങുന്ന പ്രോസസ്സ് ജൂൺ 12 വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആ റൗണ്ട് അവസാനിക്കുന്നതിന്റെ ഫൈനൽ ഡേറ്റ് ജൂൺ 20 രണ്ടാമത്തെ റൗണ്ട് ജൂൺ 22 മുതൽ 27 വരെ നടക്കും. മൂന്നാമത്തെ റൗണ്ട് ജൂൺ 28 മുതൽ ജൂലൈ 3 വരെ നടക്കും. നാലാമത്തെ റൗണ്ട് ജൂലൈ 4 മുതൽ 8 വരെ നടക്കും. ഈ ഓരോ റൗണ്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ റൗണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡോക്യുമെന്റ്സ് ഈ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സാധാരണ ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്കൊരു റൗണ്ടിൽ അലോട്ട്മെന്റ് നടത്തും. നിങ്ങൾ അതിനെ ഫ്ലോട്ട് ചെയ്ത് അടുത്ത റൗണ്ടിൽ മറ്റൊരു കോളേജ്, ഒരു NIT കിട്ടിയ ആദ്യം, പിന്നെ നിങ്ങൾ കിട്ടുന്ന IIT-ലാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഓൺലൈൻ റിപ്പോർട്ടിങ് ചെയ്യണം. അപ്പൊ അതിന് ഫീസ് അടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ബാലൻസ് ഫീസ് അടക്കാനുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ റൗണ്ടിനെ കുറിച്ചിട്ടുള്ള വിശദവിവരങ്ങളാണ് ഞാൻ നൽകിയിട്ടുള്ളത്. റൗണ്ട് 5 ജൂലൈ 10 മുതൽ ജൂലൈ 14 വരെയും, റൗണ്ട് 6 6th റൗണ്ട്. ഈ റൗണ്ട് 5-നൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ സാധാരണ ഒരു അലോട്ട്മെന്റ് ഫീസ് അടക്കുന്നുണ്ട്, ആ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഫീസ് പോകണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റൗണ്ട് 5-ൽ എക്സിറ്റ് ചെയ്യണം. അപ്പൊ IIT-കളിൽ നിന്ന് IIT-യുടെ അലോട്ട്മെന്റ് പ്രോസസ്സിന് എക്സിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ റൗണ്ടാണ് റൗണ്ട് 5. IIT-യുടെ അലോട്ട്മെന്റ് പ്രോസസ്സിന് എക്സിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ റൗണ്ട് 5 ആണ്. അപ്പൊ റൗണ്ട് 5-ൽ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ, റൗണ്ട് 5-ൽ നിങ്ങൾ ക്വിറ്റ് ചെയ്തിട്ടില്ല എങ്കിലുള്ള പ്രശ്നം, നിങ്ങൾ അടക്കുന്ന ഫീസ് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക കേട്ടോ. ഫീസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റൗണ്ട് 6 ആണ് ലാസ്റ്റ് റൗണ്ട്. ഈ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ NIT-കളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. NIT-കളുടെ പ്രോസസ്സിന് NIT പ്ലസ് കാറ്റഗറിയിലെ പ്രോസസ്സിന് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ IIT-കളിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം, ഓർമ്മിക്കുക ലാസ്റ്റ് റൗണ്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ റൗണ്ട് 6 ജൂലൈ 16 മുതൽ 21 വരെ റൗണ്ട് 6 തീരും. ഈ റൗണ്ടിന് ശേഷമാണ് CSAB. ഈ അലോട്ട്മെന്റിന്റെ പേരെന്താ? ജോസ അലോട്ട്മെന്റ് ആണ്. ഈ ജോസ അലോട്ട്മെന്റ് കഴിഞ്ഞ് ബാക്കിയുള്ള വേക്കൻറ്റ് സീറ്റുകളിലേക്കാണ് പിന്നെ ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് എബ്രോഡ് ഉണ്ട്, ഡാസ സ്കീം. ഈ ഡാസ സ്കീം ഉണ്ട്, CSAB സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ഉണ്ട്, CSAB വരാനുണ്ട്, സെൻട്രലൈസ്ഡ് സീറ്റ് അലോട്ട്മെന്റ് ബോർഡ് ഉണ്ട്, ദാസ സ്കീം ഉണ്ട്. അങ്ങനെ 2 സ്കീമൊക്കെ ഇതിന് ശേഷമാണ് വരിക. അപ്പൊ 6ാമത്തെ റൗണ്ടോട് കൂടിയിട്ട് IIT-കളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് മുഴുവനായിട്ടും തീരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വരുന്ന NIT, IIIT അങ്ങനെയുള്ള GFT-കളാണ്. അപ്പോൾ ആഫ്റ്റർ റൗണ്ട് 6 ദർ ഇസ് നോ IIT അലോട്ട്മെന്റ് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ CSAB ഡാസ അലോട്ട്മെന്റ് പല കുട്ടികൾക്ക് സംശയമുള്ളതാണ്. എന്താണ് CSAB അലോട്ട്മെന്റ്, ഡാസ അലോട്ട്മെന്റ്? ഒന്നുമില്ല. ഈ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള സീറ്റുകൾ NIT-കൾ, IIIT അതേപോലെ GFT-കളുടെ സീറ്റുകളിലേക്കുള്ള മറ്റൊരു സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സാണ് CSAB. അതേപോലെ തന്നെ ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് എബ്രോഡ്, വിദേശത്ത് +1 +2 പഠിച്ച കുട്ടികൾക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യും, ഇപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ആഫ്റ്റർ റൗണ്ട് 6 ജോസ അലോട്ട്മെന്റ്, 6ാമത്തെ റൗണ്ട് ജോസ അലോട്ട്മെന്റ് കഴിഞ്ഞാലാണ് ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പക്ഷെ ഓർമ്മിക്കുക, അവയിലേക്കൂടെ NIT-കളിലേക്കും IIT-കളിലേക്കും മാത്രമേ പ്രവേശനം നൽകുകയുള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, OBC അതേപോലെ തന്നെ OBC MCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഏപ്രിൽ 1 ശേഷം എടുത്തതാണ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ ചെറിയ എക്സെപ്ഷൻ അതിൽ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിൽ ഏപ്രിൽ 1, 2025 ഏപ്രിൽ 1 ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യണം. ഈ കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത് എന്നാണ്. ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ 12th സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, പിന്നെ ആധാർ കാർഡ് ആവശ്യമുണ്ട്, പിന്നെ നമ്മുടെ ബാങ്ക് പാസ്ബുക്ക്, അതായത് നമ്മുടെ ഈ റീഫണ്ട് ഒക്കെ, അതായത് നിങ്ങൾ അടച്ച ഫീസ് തിരിച്ച് കിട്ടാൻ റീഫണ്ടിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു ബാങ്ക് പാസ്ബുക്ക്, പിന്നെ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് അതിന്റെ NCL EWS പോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ഓപ്ഷൻസിന്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഓപ്ഷൻസിന്റെ ഒരു പ്രയോറിറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് പാട്ടാക്കിയാണ്. ഇത് നിങ്ങൾ നോക്കണ്ട, കെമിക്കലും കമ്പ്യൂട്ടർ സയൻസ് നോക്കണ്ട എന്നുകൊണ്ട് അത് മാത്രമേ നോക്കൂ. അതുകൊണ്ട് ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ് നിങ്ങളുടെ ബ്രാഞ്ച്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് AI ആണോ, ഡാറ്റാ സയൻസ് ആണോ, മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണോ, ഇലക്ട്രോണിക്സ് ആണോ, മെറ്റീരിയൽ സയൻസ് ആണോ, ഇൻഡസ്ട്രിയൽ ആണോ, ബയോമെഡിക്കൽ ആണോ, പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണോ, മെക്കാനിക്കൽ ആണോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണോ, സിവിൽ ആണോ, എയറോസ്പേസ് ആണോ, പ്രൊഡക്ഷൻ ആണോ, ബയോടെക്നോളജി ആണോ, പ്രൊഡക്ഷൻ ആണോ എന്നുള്ളത്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതിൽ നിങ്ങളുടെ ഒരു താല്പര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മുടെ IIT-കളിലേക്ക് ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, IIT-കളൊക്കെ ശരിക്കും അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നത് താല്പര്യത്തോടെ ഒരു പ്രത്യേക ബ്രാഞ്ച് സെലക്ട് ചെയ്ത്, ഒരു പ്രത്യേക IIT സെലക്ട് ചെയ്ത്, പിന്നെ നമ്മുടെ പഠനം വളരെ അനായാസം നടക്കും. അപ്പോൾ ഏതൊരു സിനിമയിൽ പറയുന്നത് പോലെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ബ്രാഞ്ച് കിട്ടണം, അതിന് കറസ്പോണ്ടിങ് ഉള്ള റാങ്ക് നമുക്ക് വേണം. ഇല്ലെങ്കിൽ വഴി എന്ന് വെച്ചാൽ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ള ബ്രാഞ്ചിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ, അതിപ്പോ സാധാരണ ഇതിൽ ഏത് ടൂൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വാട്സപ്പിൽ മെറ്റയോ ChatGPT-യോ വെച്ച് നമ്മുടെ ഇഷ്ടമുള്ള ബ്രാഞ്ചിന്റെ ടോട്ടൽ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു ബ്രാഞ്ച് സെലക്ഷൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പല കുട്ടികളും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി തരൂ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ എന്നോടിപ്പോ എൻ്റെ മൊബൈലിൽ വന്നിരിക്കുന്ന ഡൗട്ടിൽ ഒരു 50 കുട്ടികൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ, ഈ 50 കുട്ടികളുടെയും IIT-കളിലേക്ക് അല്ലെങ്കിൽ JEE മെയിനും JEE അഡ്വാൻസിന് കിട്ടിയ റാങ്ക് ഡിഫറൻ്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഒരാൾക്ക് കൊടുക്കുന്ന ഓപ്ഷൻ ലിസ്റ്റ് ഒരിക്കലും രണ്ടാമത്തെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്താ, വളരെ ശ്രദ്ധിച്ച മക്കളെ, ഞാൻ ഈ സെഷനിൽ, ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങൾ നിൽക്കുന്നത്. നല്ലോണം ശ്രദ്ധിച്ചേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എലിജിബിലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താ എലിജിബിലിറ്റി? നിങ്ങൾ IIT അഡ്വാൻസ്ഡ് വഴി, നിങ്ങൾ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈഡ് ആയിട്ട് JEE അഡ്വാൻസ്ഡിൽ മികച്ച മാർക്ക് കിട്ടി IIT-കളിലേക്ക് പോകുന്ന കുട്ടിയാണോ, അല്ല JEE മെയിൻ മാത്രം നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് NIT-കളിലേക്കും IIIT-യിലേക്കും പോകുന്ന കുട്ടിയാണോ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാലോ, അഡ്വാൻസ്ഡിൽ മികച്ച മാർക്ക് കിട്ടാതെ ഒരിക്കലും IIT-കളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. JEE മെയിൻ മാത്രമാണുള്ളത്, നിങ്ങൾ IIT-കൾക്ക് അപ്ലൈ ചെയ്യാനേ പറ്റില്ല, അത് വാലിഡ് അല്ല. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ ഇപ്പൊ 2 റൂട്ടാണ് ഇവിടെ ഞാൻ സെൻട്രലിൽ നിൽക്കുന്ന സമയത്ത്. ഒരു വിഭാഗം ഒരേ സമയം JEE മെയിനും അഡ്വാൻസ്ഡും നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയി മികച്ച മാർക്ക് വാങ്ങിച്ച കുട്ടികൾ ഈ സൈഡിലേക്ക് പോവാണ്. രണ്ടാമത്തെ സൈഡിലേക്ക് പോകുന്നത് ആരാണ്? JEE അഡ്വാൻസ്ഡിന് അത്ര കിട്ടിയിട്ടില്ല, അത് ക്വാളിഫൈഡ് ആയിട്ടില്ല, പക്ഷെ മെയിനിന് കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. മെയിനിന് ഒരു 96% മാർക്കുണ്ട്, പക്ഷെ അഡ്വാൻസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആയിരക്കണക്കിന് കുട്ടികൾ, ആയിരക്കണക്കിന് പേരും വ്യത്യസ്ത രീതിയിലുള്ളവരാണ്. അപ്പോൾ ഒരു കോമൺ ആയിട്ട് ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി തരുന്ന വെച്ചാൽ പ്രാക്ടിക്കൽ ഇത് പോസിബിൾ ആവുന്ന കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞെന്താ, ജോസേന്റെ സൈറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്കറിയാമല്ലോ, പ്രീവിയസ് ആയിട്ട് ഈ റാങ്കിന് എവിടെയാണ്, ഏത് ബ്രാഞ്ചിലാണ് പ്രവേശനം കിട്ടിയെന്ന് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റാങ്ക് നമ്പർ 8000 റാങ്ക് ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് NIT-യിൽ കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാലിക്കറ്റ് NIT-യിൽ കിട്ടിയെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. ഈ റാങ്കിന് എനിക്ക് കാലിക്കറ്റ് NIT-യിലാണ് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചു. അതിന്റെ കൂടെ ഒരു കാരണവശാലും അത് മാത്രമായിട്ട് ഓപ്ഷൻ കൊടുക്കരുത്. ഓപ്ഷന്റെ 3 റേഞ്ച് ഉണ്ട്: ആക്ച്വൽ റേഞ്ച്, അപ്പർ റേഞ്ച്, ലോവർ റേഞ്ച്. ആക്ച്വൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താ, എനിക്ക് കാലിക്കറ്റ് NIT-യിലാണ് കിട്ടാൻ സാധ്യത, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അതൊരു 10ാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുന്നു.
അതിൻ്റെ മുകളിൽ കാലിക്കറ്റ് NIT-നേക്കാളും മുകളിൽ എനിക്കിഷ്ടമുള്ള കുറച്ച് IIT-കൾ ഞാൻ ചേർക്കുന്നു. അതിൻ്റെ ഇടയിൽ 10ാമത്തെ ഓപ്ഷനായിട്ട് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള കാലിക്കറ്റ് NIT വരുന്നു. അതിൻ്റെ താഴെ എന്താണ് എൻ്റെ റാങ്കിനേക്കാളും കുറഞ്ഞ റാങ്കിൽ കിട്ടുന്ന എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള കോളേജുകളും കൂടി വരുന്നു. അതാണ് ഞാൻ നോർമൽ റേഞ്ച്, ആക്ച്വൽ റേഞ്ച്, അപ്പർ റേഞ്ച്, ലോവർ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ റേഞ്ച് എന്താ, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒറിജിനൽ കോളേജാണ് ഇവിടെ വരുന്നത്. അത് സെൻട്രലിൽ നമ്മളിവിടെ വെക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് അത്ര സാധ്യതയില്ല, എന്നാലും ഹയർ ഓപ്ഷൻസ് ആയിട്ട് നമ്മളവ നിലനിർത്തണം. ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കാലിക്കറ്റ് NIT ആണ്. അത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിന് ഔട്ട് ആവുകയാണ്. പിന്നെ നിങ്ങൾ അലോട്ട്മെന്റിൽ ഇല്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, കുറച്ച് താഴ്ത്തിയിട്ട് ഒരു മിഡിൽ റേഞ്ച്, ഒരുപാട് താഴത്തേക്ക് വേണ്ട, ഒരു മിഡിൽ റേഞ്ചിൽ അത് വെക്കുക. അപ്പോൾ അതിനാണ് ആക്ച്വൽ റേഞ്ച്. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഹയർ ലെവലിലെ കോളേജുകൾ, അതിൻ്റെ താഴെ ലോവർ ലെവലിലെ കോളേജുകളും കൊടുക്കുക. അപ്പം ഇത് ഞാൻ ഏകദേശം ഒരു 56 കോളേജുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഇതാരാണ് ചെയ്യേണ്ടത്? ഇത് ഒരേ സമയം IIT-കളിലേക്കും NIT-കളിലേക്കും GFTA-കളിലേക്കും IIIT-കളിലേക്കും ഓപ്ഷൻ കൊടുക്കാൻ എലിജിബിലിറ്റി ഉള്ള അഡ്വാൻസ്ഡും മെയിനും നല്ല മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടിക്കുള്ള ഒരു ഓപ്ഷൻ ലിസ്റ്റാണ്. അതിൻ്റെ അർത്ഥം 56 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നല്ല. ഈ 56 കോളേജുകളുടെ ഒരു പ്രിഫറൻസ് ഓർഡറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതുപയോഗിച്ച് എങ്ങനെ ഒരു നല്ല ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കാം എന്ന് ശ്രദ്ധിക്കുക. ഏകദേശം ഇത് നോക്കി 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് എന്നെ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ IIT-കൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ IIT-കൾ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ട, എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും IIT ബോംബെക്കാണ്. അപ്പോൾ IIT ബോംബെയിൽ എന്ത് ചെയ്യുന്നു, എനിക്ക് IIT ബോംബെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ IIT ബോംബെയിലുള്ള അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അത്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അത്, സിവിൽ ഉണ്ടെങ്കിൽ അത്, അവിടുത്തെ എല്ലാ കോഴ്സുകളും ഞാൻ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് IIT ബോംബെയിൽ തന്നെ മേ ബി 10-12 ഓപ്ഷൻസ് കിട്ടും അവിടെയുള്ള എല്ലാ കോഴ്സ്. കാരണം എനിക്ക് IIT ബോംബെ എന്നുള്ള ക്യാമ്പസിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി. അങ്ങനെ IIT ബോംബെക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ ഒരു 10 വരും. ഇപ്പൊ നോക്കണേ, ഒന്നാമത്തെ കോളേജിൽ തന്നെ 5-10 ഓപ്ഷൻസ് ഞാൻ കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, IIT ഡൽഹിയിലേക്ക് വരുന്നു. IIT ഡൽഹിയിലും ഇതേപോലെ എനിക്കിഷ്ടമുള്ള, എനിക്ക് ആഗ്രഹമുള്ള എല്ലാ കോഴ്സുകളുടെയും ഓപ്ഷൻസ് ഞാൻ കൊടുത്തു. അപ്പം മേ ബി IIT ഡൽഹിയിൽ ഞാൻ ഒരു 6 ഓപ്ഷൻസ് കൊടുത്തു. അങ്ങനെ 16 ഓപ്ഷൻസ് ആയി. ബോംബെയിൽ 10, ഇതിൽ 6. വീണ്ടും IIT മദ്രാസ്, ഞാൻ എക്സാമ്പിൾ പറയാണ്, IIT മദ്രാസിലേക്ക് വന്നു. അവിടെ ഞാനൊരു 7 ഓപ്ഷൻസ് കൊടുത്തു. അപ്പോൾ 16, 7, 23 ഓപ്ഷൻസ് ആയി. അപ്പൊ അങ്ങനെ ഓരോ കോളേജുകളിലും ഇപ്പൊ ചില കുട്ടികളുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ന കോളേജ് ക്യാമ്പസിൽ പഠിച്ചാൽ മതി, ബ്രാഞ്ച് ചെയ്താലും കുഴപ്പമില്ല. ശരിക്കും എന്ന് വെച്ചാൽ IIT-കളിൽ എന്ന് വെച്ചാൽ നമുക്ക് പലതിലേക്കും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച IIT-യിൽ ഏത് ബ്രാഞ്ച് കിട്ടിയാലും പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ പഠിക്കുന്ന കോളേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, ബ്രാഞ്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ കോളേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നുള്ളത്. നിങ്ങളെന്നെ ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാൽ അവിടുത്തെ കോളേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ഇന്റർ ഷിഫ്റ്റിംഗ് ഒക്കെ പോസിബിൾ ആണ്. അതേപോലെ തന്നെ അവിടുത്തെ ആ കോളേജിന്റെ ആ ഒരു അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നെയിമുള്ള കോളേജാണ്, നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടാവും. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധാരാളമായിട്ട് ഓപ്ഷൻസ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിലിപ്പോ ഞാൻ പറഞ്ഞിപ്പോ ഇവിടെ 3 എന്ന് കാണുന്നത് ശരിക്കും 3ാമത്തെ ഓപ്ഷനാണ്. എനിക്കൊരു ഉത്തരം തന്നെ ഇപ്പൊ 1, 2, 3 അതിന്റെ അർത്ഥം ആകെ 3 ഓപ്ഷനേ ഉള്ളൂ എന്ന് അല്ല. ഈ ഓരോ കോളേജുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിരവധി ഓപ്ഷൻസ് കൊടുക്കാം. മേ ബി ഈ 3 എണ്ണത്തിലാകുമ്പോൾ തന്നെ 30 ഓപ്ഷൻസ് ഒക്കെ വരും. കാരണം അതിൽ 10, ഇതിൽ 10, എത്ര എണ്ണം ഉള്ളത് നോക്കണം, ഇതിൽ 10, അങ്ങനെ നമ്മൾ ഓപ്ഷൻസിന്റെ എണ്ണം കൂട്ടി വന്ന്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ് ഏതൊക്കെയാണ് മികച്ച IIT-കൾ. അപ്പോൾ ഇത് റൂർക്കി ഒന്ന്, ഗുവാഹത്തി ഒന്ന്, ഹൈദരാബാദ് ഒന്ന്, ഇത് വാരണാസിയാണ്. വാരണാസി, ഇൻഡോർ, ധൻബാദ്, ഭുവനേശ്വർ. സ്പെല്ലിംഗ് ചെറിയ എറേഴ്സ് ഉണ്ടാവുന്ന ശ്രദ്ധിക്കണം, ഞാൻ പെട്ടെന്ന് അടിച്ചാണ്. പിന്നെ ഗാന്ധിനഗറാണ്, സ്പെല്ലിംഗ് ചെറിയൊരു എറർ ഉണ്ടാവും നോക്കണേ. ജോധ്പൂർ, പിന്നെ തിരുപ്പതി, പാലക്കാട്, ഗോവ, ഭിലായ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാതെ സ്പെല്ലിംഗ് ചിലപ്പോൾ അത് എനിക്കൊന്ന് ചെറിയൊരു 6 പേരുടെ S വന്നിട്ട്. IIT ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹത്തി, ഹൈദരാബാദ്, വാരണാസി, ഇൻഡോർ, ധൻബാദ്, ഭുവനേശ്വർ, പാറ്റ്ന, ഗാന്ധിനഗർ, ജോധ്പൂർ, തിരുപ്പതി, പാലക്കാട്, ഗോവ, ഭിലായ്, ധാർവാഡ്, ജമ്മു. അപ്പൊ ജമ്മു ആകുമ്പോഴത്തേക്ക് 21ാമത്തെ ഓപ്ഷൻസ് ജമ്മു ആകുമ്പോഴത്തേക്ക് നമ്മുടെ IIT-കൾ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ എല്ലാ IIT, ഇപ്പൊ ജമ്മുവിനെ കുറിച്ച് ജമ്മു, ഈ ഭിലായ്, അതേപോലെ തന്നെ ഗോവയൊക്കെ വരുന്ന സമയത്ത്, പാലക്കാട്, തിരുപ്പതിയൊക്കെ എത്തുന്ന സമയത്ത് തീർച്ചയായും അത് അത്ര നല്ല IIT-കൾ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ അതിലുണ്ട്. എന്താണ്? ഇപ്പൊ നമ്മുടെ NIT-കൾ എടുത്തു കഴിഞ്ഞാൽ NIT-യിൽ ഏറ്റവും മികച്ച NIT ആണ് NIT ട്രിച്ചി,
സൂറത്കൽ, വാറങ്കൽ. ട്രിച്ചി, സൂറത്കൽ, വാറങ്കൽ ഈ 3 NIT ഏറ്റവും മികച്ച NIT-കളാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കുറച്ച് IIT-കൾ, IIT ഹൈദരാബാദ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ NIT ട്രിച്ചി, NIT ഏതെങ്കിലും ഒരു NIT-യിലോ അല്ലെങ്കിൽ IIT-യിലോ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടൂ, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂ. അപ്പൊ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 5 IIT-കൾ കഴിഞ്ഞിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്ന IIT നിങ്ങൾ എവിടെ കൊടുക്കുന്നു, ട്രിച്ചി കൊടുക്കുന്നു, വാറങ്കൽ കൊടുക്കുന്നു, സൂറത്കൽ കൊടുക്കുന്നു, കാലിക്കറ്റ് കൊടുക്കുന്നു. കാലിക്കറ്റ് കൊടുത്താൽ അവിടെ ഹോം സ്റ്റേറ്റ് ക്വാട്ടയുണ്ട്, അപ്പൊ കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് നല്ലൊരു തറവായിട്ടുള്ള റിസർച്ച് ചെയ്ത് അപ്പൊ അങ്ങനെ നമുക്ക് IIT-കളുടെ കൂടെ NIT, ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലും NIT ലിസ്റ്റ് ഉണ്ട്. നാഗ്പൂർ, ദുർഗാപൂർ, ഭോപ്പാൽ, സൂറത്ത്, ജലന്ധർ, ജാംഷഡ്പൂർ, ഡൽഹി, സിൽച്ചാർ, ആന്ധ്ര, പോണ്ടിച്ചേരി, മേഘാലയ, സിക്കിം, അരുണാചൽ, നാഗാലാൻഡ്, അഗർത്തല, മിസോറാം, അലഹബാദ്, ഗ്വാളിയോർ, ലക്നോ, വഡോദര, കോട്ട, ഭോപ്പാൽ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ IIIT വരുന്നത്. ഇപ്പൊ ഈ മിസോറാം എന്ന് പറഞ്ഞാൽ അതിൽ സ്പെല്ലിംഗ് എറർ ഉണ്ട്. മിസോറാം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലാണ് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ NIT-കളിൽ കിട്ടുന്ന ആൾക്കാർ തന്നെ കുറച്ച് ടോപ്പ് NIT കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ IIT കൊടുക്കുക. IIIT അലഹബാദ് കൊടുക്കുക, ഗ്വാളിയോർ കൊടുക്കുക, ലക്നോ കൊടുക്കുക. അപ്പൊ അങ്ങനെ IIIT ഒക്കെ, പിന്നെ നമ്മുടെ IIIT കോട്ടയുണ്ട്. അപ്പൊ അതങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതിലിപ്പോ 56 ആണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം, സ്പെല്ലിംഗ് ചെറിയ എറേഴ്സ് ഉണ്ട്, അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ഞാൻ അത്യാവശ്യം വായിച്ചിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഫൈനലായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. IIT-കള്, NIT-കള്, IIIT-കള്, പിന്നെ GFT എന്ന് പറയുമ്പോൾ 2 GFT ആണ്. GFT മെസ്ര, പഞ്ചാബ്. അപ്പൊ GFT മെസ്ര എന്ന് പറയുന്നത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ്. പിന്നെ പഞ്ചാബ് ഉണ്ട്, പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്, അതും കുഴപ്പമില്ല. അങ്ങനെ ഒരു 2 GFT എടുത്തു പറയാനുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആകെ 56 ഓപ്ഷൻസ് ഉണ്ട് എന്നല്ല. ഓരോ കോളേജുകളും ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ IIT, NIT, IIIT, GFT ഈ ഓർഡർ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഏറ്റവും മുകളിൽ നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കിട്ടാൻ ചാൻസ്. അപ്പൊ എപ്പോഴും നമുക്ക് കുറച്ച് ഹയർ ഓപ്ഷൻസ് ഉണ്ടാവണം. എന്താ ഹയർ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉള്ള കോളേജിനേക്കാളും കുറച്ചും കൂടെ നല്ല കോളേജുകളെയാണ് ഹയർ ഓപ്ഷൻസ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഫ്ലോട്ട് എന്ന് പറഞ്ഞില്ല, ഫ്ലോട്ട് എന്തിനാ? ഈ ഫ്ലോട്ട് എന്തിനാണ്? ഫ്ലോട്ട് ഈ ഹയർ ഓപ്ഷൻസിലേക്ക് പോകാനാണ്. അപ്പൊ ഒരു കുട്ടി ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്തായിരിക്കും? ഒരു കുട്ടി ഏറ്റവും ലോവർ ലെവലിൽ ഒരു കോളേജ് ഏറ്റവും മുകളിൽ കൊടുത്തു. അപ്പൊ ആദ്യത്തെ അലോട്ട്മെന്റ് തന്നെ കുട്ടിക്ക് അത് കിട്ടി. പിന്നെ കുട്ടിക്ക് ഫ്രീസായി, കുട്ടിക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം, ഇതിന്റെ ഒരു ഓർഡർ ഏകദേശം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ ആ ഒരു മികച്ച IIT-കളെ കണ്ടെത്തിയിട്ട് അതിന്റെ ഓപ്ഷൻസ് കൊടുക്കുക. ഏകദേശം ഒരു ഓർഡറാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. മുമ്പത്തെ ഒരു വീഡിയോയിലും മികച്ച NIT-കളുടെ ലിസ്റ്റ് അതിലുണ്ട്. അപ്പൊ അത് ഒന്നും കൂടെ നോക്കിയിട്ട്, പിന്നെ IIT-കളും കൂടെ, കോട്ടയത്തൊക്കെ IIIT-കളുണ്ട്, അതും കൂടെ മിക്സ് ചെയ്ത് ഒരു ടോട്ടൽ ലിസ്റ്റ് ഉണ്ടാക്കുക. എത്ര ഓപ്ഷൻ കൊടുക്കണം എന്ന് വെച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ ഒന്നുമില്ല. മാക്സിമം ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക. മേ ബി 100, 200 എത്ര നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ഓപ്ഷൻസ് കൊടുത്ത് അങ്ങനെ നമ്മൾ മികച്ചൊരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ കോഴ്സും, ഏത് കോഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത്, അപ്പൊ ആ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോഴ്സും കൂടെ സെലക്ട് ചെയ്ത്, എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്, ഫോളോ യുവർ പാഷൻ. അല്ല മറ്റുള്ളവർ കൊടുക്കുന്ന ചോയ്സിനേക്കാളും, അത് മാത്രമല്ല ഇപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്താലും ഒരു 4 വർഷം കഴിയുമ്പോൾ അതിന്റെ പോസിബിലിറ്റി എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് റിസർച്ച് ചെയ്ത് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് കൊടുക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളത്. വിവിധ IIT-കൾ, NIT-കൾ. ഇനിയിപ്പോ മെയിൻ മാത്രം ക്വാളിഫൈഡ് ആയ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം, NIT-കളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, അതിന്റെ ജോസ റാങ്ക് ലിസ്റ്റ്. ഇത്രയും വളരെ സിമ്പിൾ ആണ്. NIT-കളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, ജോസ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഏത് NIT ആണ് നിങ്ങളുടെ റാങ്കിന് കിട്ടിയെന്ന് മനസ്സിലാക്കുക. അതൊരു ആക്ച്വൽ ഓപ്ഷൻ ആയിട്ട് അവിടെ വെക്കുക. അതിന്റെ മുകളിൽ ഒരു കുറച്ച് ഹയർ ഓപ്ഷൻസ് സെറ്റ് ചെയ്യുക, താഴെ കുറച്ച് ലോവർ ഓപ്ഷൻസ് സെറ്റ് ചെയ്യുക. മാക്സിമം ഓപ്ഷൻസ് ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു ലിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം കേട്ടോ. കാരണം അതിൽ ചെറിയ ഈ സ്പെല്ലിംഗ് എറേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ, എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് കരുതുകയാണ്. IIT ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. പ്രയോറിറ്റി ലിസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. IIT ബോംബെ, ഡൽഹി, മദ്രാസ്, ബാംഗ്ലൂർ, ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹത്തി, ഹൈദരാബാദ്, വാരണാസി, ഇൻഡോർ, ധൻബാദ്, ഭുവനേശ്വർ, പാറ്റ്ന, ഗാന്ധിനഗർ, ജോധ്പൂർ, തിരുപ്പതി, പാലക്കാട്, ഗോവ, ഭിലായ്, ധാർവാഡ്, ജമ്മു. ഇതാണ് IIT-യുടെ ലിസ്റ്റ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് റിവൈൻഡ് അടിച്ച് കേട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ NIT-കൾ പറയുകയാണെങ്കിൽ NIT ട്രിച്ചി, സൂറത്കൽ, വാറങ്കൽ, പിന്നെ കാലിക്കറ്റ്, റൂർക്കല, ജയ്പൂർ, അലഹബാദ്, നാഗ്പൂർ, ദുർഗാപൂർ, ഭോപ്പാൽ, സൂറത്ത്, ജലന്ധർ,
ജാംഷഡ്പൂർ, ഡൽഹി, സിൽച്ചാർ, ആന്ധ്ര, പോണ്ടിച്ചേരി, മേഘാലയ, സിക്കിം, അരുണാചൽ, നാഗാലാൻഡ്, അഗർത്തല, മിസോറാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട NITകളുടെ ഏകദേശം ഒരു നല്ല പ്രിഫറൻസ് ലിസ്റ്റ്. പിന്നെ IITകളാണെങ്കിൽ അലഹബാദ്, ഗ്വാളിയോർ, ലക്നോ, വഡോദര, കോട്ട, ഭോപ്പാൽ, സൂറത്ത്, കോട്ടയം, ട്രിച്ചിയില് NIT ഉണ്ട്, IIIT ഉണ്ട്. പിന്നെ ചിറ്റൂര്, അത് ആന്ധ്രയിലാണ് വരുന്നത്. പിന്നെ GFTA വരുന്ന പ്രധാനമായിട്ടും മെത്ര, പിന്നെ അതേപോലെ തന്നെ പഞ്ചാബ്. ഇതൊക്കെ നോർത്തിലാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾക്ക് സിൽച്ചാറിലാണ് കിട്ടാൻ ചാൻസ്, അല്ലെങ്കിൽ ഭോപ്പാലിലാണ് കിട്ടാൻ ചാൻസ്. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ഭോപ്പാലിലേക്ക് പോയില്ല. കാരണം നിങ്ങൾ അലർജിക് ആണ്, നിങ്ങൾക്ക് എക്സ്ട്രീം ഹോട്ട് കോൾഡ് കണ്ടീഷൻ ഒന്നും പറ്റില്ല, നിങ്ങൾക്ക് വെതർ ക്ലൈമറ്റ് പ്രശ്നമുണ്ട്, നിങ്ങൾ അത് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ ഒരു കാരണവശാലും ഓപ്ഷൻ കൊടുക്കരുത്. അത് രണ്ട് ബുദ്ധിമുട്ടുകളാണ്. ഒന്ന്, കൊടുത്ത് ഓപ്ഷൻ കിട്ടിയിട്ട് പോവാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പിന്നെ മറ്റൊരു കുട്ടിയുടെ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട്. ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾ പോകും എന്ന് ഉറപ്പുള്ള ഓപ്ഷൻ മാത്രം കൊടുക്കുക. അനാവശ്യമായിട്ട് ഓപ്ഷൻ കൊടുത്ത് വേസ്റ്റ് ആക്കരുത്. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഈ കാര്യം പറയാണ്, മാക്സിമം ഓപ്ഷൻസ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ പാഷന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ്, ഏത് ഫീൽഡിലുള്ള ഒരു എഞ്ചിനീയർ ആവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണോ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണോ, സിവിൽ എഞ്ചിനീയർ ആണോ, കെമിക്കൽ എഞ്ചിനീയർ ആണോ? അത് തീരുമാനിച്ച് അതിന് കറസ്പോണ്ടിങ് ആയ റാങ്ക് ഉണ്ടെങ്കിൽ അതിമനോഹരമായ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക. അത് ഇപ്പൊ തന്നെ അതിന്റെ പണി തുടങ്ങിക്കോളും. അതിന് മാക്സിമം റെഫറൻസ് ChatGPT, മെറ്റയോ, ജെമിനിയോ ഏത് വേണം ഉപയോഗിക്കാം. മറ്റു വീഡിയോസ് ഒക്കെ കാണാം. എന്നിട്ട് ടോട്ടൽ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി നല്ല റിസർച്ച് ചെയ്ത് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. കാരണം ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കുന്ന ഓപ്ഷൻ പിന്നീട് നമുക്ക് മാറ്റാൻ പറ്റില്ല. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈ വർഷം തന്നെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു IIT അല്ലെങ്കിൽ NITയിൽ പ്രവേശനം കിട്ടട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.